ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ ടീമിൽ ഇപ്പോൾ വലിയ അടിയാണ് നടക്കുന്നത്. ഇന്നലെ പാകിസ്ഥാൻ അമേരിക്കൻ ടീമിനെതിരെ തോറ്റിട്ടുണ്ടായിരുന്നു. വലിയൊരു അട്ടിമറി വിജയമാണ് USA ടീം നേടിയത്. ഇതിനുശേഷം പാകിസ്ഥാൻ ടീമിൽ വലിയ അടിയാണ് നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസമും ബാബറും ടീമിലെ മറ്റു താരങ്ങളുമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബാബറിനെയും റിസ്വാനെയും പാകിസ്ഥാൻ ടീം സൂപ്പർ ഓവറിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ ഓവറിലാണ് പാകിസ്ഥാൻ ടീം കളി തോറ്റത്. പാകിസ്ഥാന് ഇതുപോലത്തെ ഒരു ഗതികേട് വരുമെന്ന് ആരും തന്നെ കരുതിയില്ല. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. രോഹിത് ശർമ്മയും കോഹ്ലിയുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. കോഹ്ലി ഓപ്പണിംഗിൽ ഫ്ലോപ്പായി. ഇപ്പോഴിതാ കോഹ്ലി ഓപ്പണിംഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. കോഹ്ലിയെ ഇനി ഓപ്പണിംഗിൽ കളിപ്പിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ജയ്സ്വാൾ അല്ലെങ്കിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ പരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. കോഹ്ലി പുറത്തായിരിക്കുകയാണ്. കോഹ്ലിക്ക് ഓപ്പണിംഗിൽ കളിക്കാൻ താല്പര്യമില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഇന്ത്യൻ ടീമിൽ കോഹ്ലി വൺ ഡൗണിൽ കളിക്കുമ്പോഴാണ് ഫോം ആകാറ്. കോഹ്ലിയുടെ പൊസിഷൻ മാറിയപ്പോൾ അത് കോഹ്ലിയുടെ ബാറ്റിങ്ങിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. എന്തായാലും സഞ്ജുവിനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. കോഹ്ലി ഓപ്പണിംഗിൽ നിന്ന് മാറിയത് കൊണ്ട് സഞ്ജുവും രോഹിത് ശർമ്മയും അടുത്ത മാച്ചിൽ ഓപ്പണിംഗിൽ കളിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിന് വീണ്ടും ഒരു അവസരം കൊടുക്കുകയാണ് രോഹിത് ശർമ്മ. ഇനി ഒരു വട്ടം അവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.